പ്രിവ്യൂ വീഡിയോയിൽ കണ്ടതുപോലെ അലൈറ്റ് മോഷൻ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൂവിംഗ് സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിൽ പെൻസിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് റെസൊല്യൂഷൻ 1080 2340 സെലക്ട് ചെയ്യാം. ഫ്രെയിം റേറ്റ് നമുക്ക് 30 FPS അല്ലെങ്കിൽ 60 FPS സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് ആൻഡ് വീഡിയോസിൽ പോയി ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനൊരു ഫോട്ടോ തിരഞ്ഞെടുത്തു. അതിനുശേഷം റൈറ്റ് സൈഡ് ടോപ്പിൽ 3 ഡോട്ട് കാണും. അത് സെലക്ട് ചെയ്ത ശേഷം അതിൽ ഫിൽ സ്ക്രീൻ കൊടുക്കുക. ശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടൈമർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് 0 ആക്കി കൊടുക്കുക. അതിനുശേഷം വീഡിയോ ഏകദേശം ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ റൈറ്റ് കട്ട് ചെയ്ത് കളയുക. നമുക്ക് 3 ഫോട്ടോസാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 10 സെക്കൻഡ് വീതം. അതിനുശേഷം നമ്മുടെ ഫോട്ടോ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൻ്റെ എഡ്ജ് കൃത്യമായിട്ട് മൂവ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വീഡിയോ മൂവ് ചെയ്യാനായിട്ട് കീ ബട്ടൺ ആഡ് ചെയ്യാം. അതിനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കീ ബട്ടൺ ആദ്യ ഭാഗത്തും വീഡിയോയുടെ അവസാന ഭാഗത്തും സെറ്റ് ചെയ്യുക. അവസാനത്തെ കീയിൽ നിന്നും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഒരു നടുക്കൂടെ ഒരു സെൻട്രൽ ലൈൻ പോകും. ആ ലൈനിൽ കൃത്യമായി തന്നെ ആയിരിക്കണം ഡ്രാഗ് ചെയ്യേണ്ടത്. അതുപോലെ അടുത്ത ഫോട്ടോയും സെലക്ട് ചെയ്ത് 10 സെക്കൻഡ് ഡ്യൂറേഷനിൽ ഇതേ ഫങ്ഷൻസും കീയും ആഡ് ചെയ്ത് നോക്കാം. ഇനി ഫോട്ടോയ്ക്ക് അല്പം ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും കൂട്ടാനായി എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം അതിൽ ആഡ് എഫക്റ്റ് പോയി കളർ ആൻഡ് ലൈറ്റ് എന്ന കാറ്റഗറി തിരഞ്ഞെടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമുക്കതിൻ്റെ റേഷ്യോ സെലക്ട് ചെയ്യാം. അതുപോലെ മറ്റ് ഫോട്ടോസിനും ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഒരു ഓഡിയോ സെലക്ട് ചെയ്യാം. അതിനായി പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ഓപ്ഷനിൽ പോയി ഓഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്.
അലൈറ്റ് മോഷനിലെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സേവ് ചെയ്യാം. റൈറ്റ് സൈഡ് ടോപ്പിൽ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 720p റെസൊല്യൂഷനിൽ ഞാൻ എക്സ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് 1080യിലും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.